Hi guys, once again welcome back Nihal Perspective. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഫ്റ്റർ പ്ലസ് ടുവിന് ശേഷം എന്തൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളെന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു സീരീസോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എക്സാം കഴിയുമ്പോഴേ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ എന്തൊക്കെയാണ് ഈ പ്ലസ് ടുവിന് ശേഷം എനിക്ക് എടുക്കാൻ പറ്റിയ കോഴ്സുകൾ, ഫ്യൂച്ചർ എന്താണ് ഏറ്റവും നല്ല കോഴ്സ്, അത്തരം ഒരുപാട് മെസ്സേജ്. ഇപ്പോൾ എന്താ ഞാൻ ഉറപ്പിച്ച എന്തായാലും നിങ്ങളെ ഭാഗത്ത് നിന്ന് ഒരുപാട് എൻക്വയറീസ് അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, ചോദ്യങ്ങൾ വരുന്ന ഉറപ്പിച്ചാൽ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും വന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്: സാർ ഒരു ജോലി കിട്ടാൻ സാറേ ഏത് കോഴ്സാണ് നല്ലത്? ഒരു ജോലി കിട്ടാൻ സാറേ ഏതാണ് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ സാറേ ഏത് കോഴ്സാണ് ഏറ്റവും നല്ലത്? അങ്ങനെ ജോലി കിട്ടാൻ പറ്റിയ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം വന്നത്. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് ഒരിക്കലും ഒരു ഷോർട്ട് ടേമിൽ നിങ്ങൾ മാറ്റി വെക്കരുത്. എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ പറ്റിയ കോഴ്സ് ഏതാണ് സാർ, എന്തെങ്കിലും ഒരു അങ്ങനെയല്ല. അത് ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്ത്, എന്തെങ്കിലും ഒരു ജോലി കിട്ടാനാണെങ്കിൽ നിങ്ങൾ ഇത്രയും പ്ലസ് ടു വരെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ജോലിയും നിങ്ങളുടെ സ്കില്ലനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ നാളെ ഒരു 5 വർഷം കഴിയുന്നതിന് ശേഷം സൊസൈറ്റിയിൽ ഇന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടാനാണ് ഞാൻ സാറേ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് ചോദിച്ചാൽ അപ്പം കഴിയില്ല, നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ നന്നായി ഇരിക്കുക, നന്നായി അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, പഠിക്കാൻ ഒരു 1-2 മാസം എടുത്ത് പഠിക്കാനേ, ജസ്റ്റ് 1 or 2 days കൃത്യമായി എന്താണ് എൻ്റെ മേഖല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്, എവിടെയാണ് എനിക്ക് കൂടുതൽ പ്രസരിക്കാൻ കഴിയുക, അടിപൊളിയാവാൻ സാധിക്കുക, അതേതാണ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഏതാണ് കൃത്യമായി നിങ്ങൾ പറയുക. ഈ വീഡിയോന് താഴെ നിങ്ങൾ അങ്ങ് കമൻറ്റ് ചെയ്യാം. അതായത് എന്ത് തരം കോഴ്സാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നത്? ഒരു പോലീസുകാരാണോ, ഒരു വക്കീലാവാനോ, ഒരു ബിസിനസ്മാൻ ആവാനാണോ, അല്ലെങ്കിൽ എന്ത് തരം ബിസിനസ്, അല്ലെങ്കിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതൊരു എന്താ പറയുക, നമ്മൾ ഈ ഒഴുക്കിലങ്ങ് ഒഴുകുമല്ലോ, ആ ഒഴുകുന്ന കോഴ്സുകളാണ് ഈ പറയപ്പെടുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അത് ചിലപ്പോൾ ഒരു പോലീസാവുക, അല്ലെങ്കിൽ എന്താണ് ഈ വക്കീലാവുക, അങ്ങനെ ഒരുപാട് പ്രൊഫഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വെറുതെ ഞാനിത് സംസാരിക്കല്ല, അതായ ആളുകളല്ലേ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടീച്ചറുടെ എങ്ങനെ ഒരു ടീച്ചറാവും, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഇരുന്ന് വേറൊരാളെ സഹായം വേണം എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. എന്നാൽ എങ്ങനെ ഒരു പോലീസുകാരനാവുക എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലൊരു പോലീസുകാരൻ പറയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒരു വക്കീലാവുക, ഒരു അഡ്വക്കേറ്റ് ആവുക, എങ്ങനെയാണ് ആ അഡ്വക്കേറ്റിൻ്റെ ജീവിതാനുഭവമുള്ള ഒരാൾ നിങ്ങളോട് പറയുമ്പം എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് കോഴ്സ് അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനാണോ നിങ്ങൾ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതെങ്ങനെ ആകാം, അതിൻ്റെ ഫ്യൂച്ചർ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയൊരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ചെയ്യാൻ കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒന്ന് തിങ്ക് ചെയ്യുക, എന്താണ് ആഫ്റ്റർ പ്ലസ് ടു എനിക്ക് പറ്റിയ കോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഒരു 5 വർഷം കഴിഞ്ഞാൽ സൊസൈറ്റിന് മുന്നിൽ ഞാൻ എങ്ങനത്തെ ഒരാളായി അല്ലെങ്കിൽ അറിയപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നന്നായി ഇരിക്കുക, നന്നായി ചിന്തിക്കുക, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ അവസാനം പറയാമെന്നൊരു കാര്യം, നമ്മുടെ നിഹാൽ പെർസ്പെക്റ്റീവിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടിയും കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി നമ്മൾ പറയുമല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാനും വേണ്ടി. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി വേണ്ട വീഡിയോസ് ആയിരിക്കും, നിങ്ങൾ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മുടെ ഡൗട്ട് പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ സാധിക്കും. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ഓൺ ചെയ്തിട്ട് ബെൽ ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീഡിയോസും കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ, നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കോഴ്സുകൾ, നമുക്ക് ഇഷ്ടംപോലെ കോഴ്സുകൾ നമ്മുടെ മുന്നിൽ. പക്ഷേ എന്തെങ്കിലും പഠിച്ചിട്ട് വെറുതെ 2-3 വർഷം കളയാൻ ഒരിക്കലും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകും, നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്താവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ എത്തുക, കമൻറ്റ് ചെയ്യുക, അതനുസരിച്ചുള്ള കാര്യം നമ്മൾ പോകാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി ഇതിൻ്റെ സീരീസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. സോ വീണ്ടും കാണുന്നവരെ